Praise the Lord. Rome chapter 12 verses 9. Let your love be innocent, hate evil, fast do good. റോമർ 12:9. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഇവിടെ നിഷ്കളങ്കമായ സ്നേഹം നമ്മിൽ നിലനിൽക്കാനായിട്ട് എപ്രകാരമായിരിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. അതായത് നമ്മിലുള്ള സകല തിന്മകളെയും പൂർണ്ണമായും ഉപേക്ഷിച്ച് നന്മയെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് കളങ്കമില്ലാത്ത ദൈവസ്നേഹം നമ്മിൽ നിറയുന്നത്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ദൈവത്തിന് സ്വീകാര്യമായവ ചെയ്യാൻ നാം തയ്യാറാകുകയാണ് വേണ്ടത്. അപ്പം ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മെ ശപിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ദൈവസ്നേഹം നമ്മിലേക്ക് കടന്നു വരികയും തിന്മയാകുന്ന പിശാചിനെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എഫേസോസ് 4 അതിൻ്റെ 24 ഇപ്രകാരം പറയുന്നുണ്ട്: യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ തിന്മയാകുന്ന എല്ലാ സ്വഭാവങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധിയിലുള്ള ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. അപ്പം എന്നാൽ മാത്രമേ നന്മയെ മുറുകെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നിമിഷം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ആ പൂർണ്ണ ഹൃദയം ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വന്ന് നിഷ്കളങ്കരായിട്ട് ദൈവത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും ആ ദൈവത്തിന് ഇന്നീ സമയം നമുക്ക് വിട്ടുകൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.